ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടനം ചെയ്ത നമ്മുടെ MP, മറ്റ് വേദിയിലിരിക്കുന്നവരെ, സദസ്സിലിരിക്കുന്നവരെ, ഒരു ദീർഘനേരത്തെ സംസാരത്തിനൊന്നും ഇവിടെ വേദിയില്ല, അത് വ്യക്തമായിട്ട് അറിയാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നാലും പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ ബെന്നിയമ്മട്ടി ഫൗണ്ടേഷൻ ഇവിടെ 2ാം വർഷം ഈ പരിപാടി ഇവിടെ തന്നെ വച്ചത് വളരെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഒരുപാട് ഇടം പിടിച്ചിട്ടുള്ള ഒരു വേദിയാണത്. ഞാനും പല പരിപാടിക്ക് അദ്ദേഹത്തോടൊപ്പം ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഏതൊരു പരിപാടി വയ്ക്കുമ്പോഴും തിരഞ്ഞെടുക്കുന്ന ഒരു ഹോളാണിത്. അതുകൊണ്ട് തന്നെ ഈ ഹോള് തിരഞ്ഞെടുത്തത് വളരെ നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡൻ്റായിട്ട് 10 വർഷത്തിലധികം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടും അദ്ദേഹം സംസ്ഥാന പ്രസിഡൻ്റായിട്ടും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാനും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും ഒരേ റൂമിൽ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഒരുപാട് സമയങ്ങളിൽ ഞങ്ങൾക്ക് ഒരേ റൂമിൽ ഞങ്ങൾ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് സമയങ്ങൾ ചെലവഴിച്ചിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെ സംഘടനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പോയതോടുകൂടി വലിയൊരു നഷ്ടമാണ്. വെറുതെ വാക്കാൽ പറയുന്നതല്ല, നമ്മളെല്ലാവരും പറയും പകരം വയ്ക്കാൻ ഒരാളില്ല എന്ന് പറയില്ലേ, അതുപോലെ ഞങ്ങളുടെ സംഘടനയ്ക്ക് പകരം വയ്ക്കാനായിട്ട് ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരു പ്രസിഡന്റിനെ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഞങ്ങളുടെ സംഘടന മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ ഒത്തിരി സംഘടനകളുണ്ടായി. ആ പല സംഘടനകൾ ഞാനിപ്പോൾ 1-2 പേര് സംസാരിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലശേഷം അതുപോലൊരാളെ കണ്ടെത്താൻ കഴിയുന്നില്ലാത്തതുകൊണ്ട് പകരം വയ്ക്കാൻ ഒരാളില്ലാത്ത ഒരവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. പലർക്കും അത് തന്നെയാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ജില്ലക്കാരനല്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നണൂടെ. ഞാൻ എറണാകുളം ജില്ലക്കാരനാണ്. ഞാൻ ആദ്യം സംസാരിക്കുന്നില്ല, നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അനുസ്മരണ പ്രസംഗത്തിനായി വൈസ് പ്രസിഡന്റ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ അഖിൽ അനിരുദ്ധിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ പ്ലാശ്ശേരി, മറ്റു വേദിയിലും സദസ്സിലുള്ളവർ, ഇപ്പോൾ ഇങ്ങനൊരു സദസ്സിൽ ഇത്രയും വേഗം നമുക്ക് സംസാരിക്കേണ്ടി വരും എന്നുള്ളത് വിചാരിച്ചിരുന്നില്ല. ഇങ്ങനൊരു സാഹചര്യം വന്നതിൽ വളരെ ദുഃഖമുണ്ട്. ഞാനൊക്കെ തൃശ്ശൂർ കായിക രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ ടൗണിനുള്ളിൽ വരുമ്പോൾ സാധാരണഗതിയിൽ പിന്നീടനെ നമ്മൾ പല പ്രോഗ്രാമുകൾ ക്ഷണിക്കാനാണ് പോവുക. അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് സാധാരണഗതിയിൽ ആ പരിപാടിയുടെ സംഘാടകനാവും. സാധാരണ പിന്നീടുള്ള സമയത്ത് എനിക്ക് തോന്നുന്ന പ്രസ് ക്ലബ്ബിൽ ചുരുങ്ങിയത് മാസത്തിന് ഒരു 3-4 പ്രസ് മീറ്റെങ്കിലും ഏറ്റവും ചുരുങ്ങിയതുണ്ടാവും. അങ്ങനെ ഇല്ലാത്തൊരു കാലഘട്ടം. ഇപ്പോഴൊക്കെ നമ്മൾ പ്രസ് ക്ലബ്ബിൽ പോകണത് തന്നെ വർഷത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് പോയാലായി. അതുപോലെ തന്നെ ബിന്നേട്ടനെ കുറിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ സാധിക്കില്ല. അത്രയ്ക്കധികം സംഘടനാ തലത്തിൽ പ്രവർത്തിച്ച ഒരാളാണ്. പല കായിക സംഘടനകളും സാധാരണ ഒരു നെറ്റോ മറ്റു കാര്യങ്ങളൊക്കെ വലിച്ചു കെട്ടി ആരും അറിയാതെ സംഘടിപ്പിച്ചു പോയിരുന്ന പല പരിപാടികളും കേരളത്തിലും തൃശ്ശൂർ ജില്ലക്കകത്തും നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ കായിക താരങ്ങളെ അനുമോദിക്കുന്ന കാര്യം തൊട്ട്, അതായത് ഒരു പ്രോഗ്രാം നടത്തുന്ന ഏറ്റവും അടിയിലെ തലം തൊട്ട് അതിൻ്റെ ദേശീയ തലം വരെയുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്കിവിടെ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിനൊരു ഉദാഹരണമായിരുന്നു ഒരു 2015 ഞങ്ങൾ സംഘടിപ്പിച്ചൊരു ദേശീയ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ്. അന്ന് ലെനിൻ ചേട്ടനും ബെന്നിയമ്മട്ടിയൊക്കെയാണ്. എനിക്ക് തോന്നുന്ന ഒരു ജില്ലാ ചാമ്പ്യൻഷിപ്പ് പോലും സംഘടിപ്പിക്കാൻ ഭയപ്പെടുന്നൊരു കാലഘട്ടത്തിലാണ് ഞങ്ങളന്ന് ഒരു ദേശീയ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. നോട്ട് നിരോധനത്തിൻ്റെ ഒരു സമയത്ത് ആളാണ് നമ്മളെ എല്ലാവരും സഹായിച്ചതും അങ്ങനെ ഒരു സംവിധാനം സംഘടിപ്പിച്ചതും. അപ്പോൾ അങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാലൊരു നമുക്കിവിടെ അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ തന്നെ വെച്ചിട്ടാണ് ഹോക്കിയുടെ ഒരുപാട് സ്കൂളുകളിൽ ഹോക്കി സ്റ്റിക്ക് വിതരണം ചെയ്യുന്ന പല പ്രോഗ്രാമുകൾ ഹോക്കിയുടെ ഭാരവാഹിയായിരുന്നു പിന്നീട്. അതിനുശേഷം എനിക്ക് തോന്നുന്ന ഒരു തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാം, ഹോക്കിയുടെ ഒരു സംസ്ഥാനതല പ്രോഗ്രാമിനിടയിൽ വെച്ചാണ് തൃശ്ശൂരിൽ ആലൂർ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സിൻ്റെ ഒരു ആശയം തന്നെ മുന്നോട്ട് വരുന്നത്, ഹോക്കി സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ചർച്ച. അപ്പോൾ അങ്ങനെ തൃശ്ശൂർ ജില്ലക്കകത്ത് കലാകായിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന ബിന്നേട്ടനെ ഈ അവസരത്തിൽ ഓർക്കാണ്. ബിന്നേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.
അടുത്തതായി വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KM ലെനിനെ അനുസ്മരണ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. നമ്മുടെ ഈ അനുസ്മരണ ചടങ്ങിൻ്റെ അധ്യക്ഷൻ സമിതിയുടെ ജില്ലാ ഘടകത്തിൻ്റെ ട്രഷറർ ജോയ് പ്ലാശ്ശേരി, അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സമിതിയുടെ നേതാക്കളാൽ അതിൽ വിശേഷിച്ച് പേരെടുത്ത് പറയേണ്ട ഒരു നേതാവാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ ഷൗക്കത്തലി. കാരണം ഷൗക്കത്തലിയും ഞാനും ഒപ്പം തന്നെ ബെന്നിയും മട്ടിയുമാണ് ഇവിടെ തൃശ്ശൂരിൽ സമിതിക്കൊരു മേൽവിലാസം ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി പ്രാഥമിക ഘട്ടങ്ങളിൽ NR ബാലേട്ടൻ്റെ രക്ഷകർത്തൃത്വത്തിൽ പ്രവർത്തനം തുടങ്ങിവെച്ചത്. ആ തുടങ്ങിവെച്ച പ്രവർത്തനം ഇന്ന് കേരളത്തിലെ വ്യാപാരി സമൂഹത്തിൻ്റെ ഉള്ളിൽ ജനസദ്യയാകുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടി ബെന്നി മട്ടിയുടെ ഇടപെടൽ ചെറുതായിട്ടൊന്നുമല്ല ഈ സംഘടനയെ സഹായിച്ചത്. അത് വ്യാപാരി വ്യവസായി സമൂഹത്തെ മാത്രമല്ല, മറിച്ച് കായിക രംഗത്തും അദ്ദേഹത്തിൻ്റെ കാൽവെപ്പ് ഇവിടെ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വളരെ നല്ല രീതിയിലുള്ള ഇടപെടൽ കായിക രംഗത്തും ചാക്കോ മാസ്റ്റർ നേതൃത്വത്തിൽ കലാരംഗത്തും ഒട്ടനവധി പരിപാടികൾ നടത്തിക്കൊണ്ടാണ് ബെന്നി മട്ടി ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിൻ്റെ മനസ്സിൽ വിവിധ തട്ടുകളിൽ കലാ, കായിക, രാഷ്ട്രീയ, വ്യാപാര വ്യവസായ രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചത്. തീർച്ചയായും ഇവിടെ ബെന്നി മട്ടി ഫൗണ്ടേഷൻ, അതിന് നേതൃത്വം കൊടുത്ത ഇതിൻ്റെ സംഘാടകർ, അവർ എല്ലാ വർഷവും ഈ രീതിയിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ച് നടത്തുന്നതോടൊപ്പം തന്നെ എനിക്ക് ഏറെ അഭിമാനം ബെന്നി മട്ടിയുടെ കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ സുഹൃത്ത് വലയം കഴിഞ്ഞ വർഷം അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യയിലെ പ്രമുഖ ക്ലബ്ബുകളെ സംഘടിപ്പിച്ച് ഒരു അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരം വിദേശ താരങ്ങളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താനുള്ളൊരു ഭാഗ്യം കൂടി ഞാൻ ചെയർമാനായിട്ടുള്ള കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാക്കി തന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്മരണ കായിക രംഗത്തും ഒപ്പം തന്നെ കലാരംഗത്തും വ്യാപാര രംഗത്തും നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ എന്നും നന്ദിയോടുകൂടി സ്മരിച്ച് തുടർന്ന് കൊണ്ടുപോകും. അതിനുള്ള പ്രതിജ്ഞയായി ഈ ദിനാചരണം എടുക്കും എന്ന് വ്യാപാരി വ്യവസായി സമിതിക്ക് വേണ്ടി, സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി ഈ പരിപാടിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അനുസ്മരണ പ്രസംഗത്തിനായി കുടുംബശ്രീ തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KK പ്രസാദിനെ ക്ഷണിക്കുന്നു. ഈ അനുസ്മരണ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ജോയ് പ്ലാശ്ശേരി, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, എനിക്ക് മുന്നേ സംസാരിച്ചവർ സഖാവ് ബെന്നി മട്ടിയുടെ പ്രവർത്തനങ്ങളെയും അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ ചെയ്ത സേവനത്തെ പറ്റി വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. അദ്ദേഹം വ്യാപാര രംഗത്ത്, സംഘടനാ രംഗത്ത് മാത്രമല്ല സമൂഹത്തിലാകെ, പൊതുമണ്ഡലത്തിലാകെ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മഹാനായ വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ നിരവധി സാംസ്കാരിക പരിപാടികൾക്കും കായിക
സ്പോർട്സ് കൗൺസിലിൻ്റെ എല്ലാം നേതൃത്വ പദവിയിലിരുന്ന വ്യക്തി കൂടിയാണ്. നിരവധി കലാകാരന്മാരെ വളർത്തുന്നതിനായി പല സാംസ്കാരിക കലാ പ്രോഗ്രാമുകൾ, അതായത് ഷോർട്ട് ഫിലിം പോലുള്ള നിരവധി പ്രോഗ്രാമുകളുടെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അതേ ആ പ്രവർത്തന രീതിയിൽ തന്നെയാണ് ഇന്ന് ഈ ബെന്നി എം മട്ടി ഫൗണ്ടേഷൻ വളരെ നല്ലൊരു പരിപാടിയാണ് സംഘടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമാകാൻ സ്ത്രീ മുന്നേറ്റത്തിനെ, കേരളത്തിലെ ലോകത്തിന് ആകെ മാതൃകയായി മാറിയ കുടുംബശ്രീ പ്രസ്ഥാനത്തിനെ കൂടി ആദരിച്ചത് ഈ അവസരത്തിൽ അതിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആദരവ് ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട രാവണ്യ മാഷ്, അതുപോലെ നാടകരംഗത്തെ നിഖിൽ ദാസ്, മണികണ്ഠൻ അയ്യപ്പ, അതുപോലെ മറ്റ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയിലേക്ക് കുടുംബശ്രീ മിഷനെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും വീണ്ടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി സംസാരിക്കുന്നതിനായി ഷൗക്കത്തിൽ നന്ദി പ്രസംഗത്തിനായി ബെന്നി മട്ടി ഫൗണ്ടേഷൻ ട്രഷറർ ഷിബു മഞ്ഞളയെ ക്ഷണിക്കുന്നു. ബെന്നി മട്ടി അനുസ്മരണം. അവളുടെ കണ്ണു മഞ്ഞൾ